ഹലോ മക്കളെ, ഞാൻ അഖിലിന, സൈലത്തിലെ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ +1 പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സൈലത്തിൻ്റെ മാരത്തോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, മക്കളെല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇതുപോലെ +2 നമുക്ക് എക്സാമിനോടനുബന്ധിച്ചുള്ള മാരത്തോൺ ബൂസ്റ്റർ ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും +1 പോലെയല്ല +2 എന്ന് പറയുന്നത്. +1 നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ച സ്ട്രാറ്റജീസ് അല്ല +2 പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എക്കണോമിക്സിൻ്റെ കാര്യം മാത്രം ഒന്ന് നോക്കാം. +1 നമുക്കറിയാം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്നീ 2 ഭാഗങ്ങളായാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത്. അത് ഒട്ടുമിക്ക കുട്ടികൾക്കും സിമ്പിളായിരുന്നു പഠിക്കാനായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ +2 വരുന്ന സമയത്ത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എക്കണോമിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും 2 ഭാഗങ്ങളായാണ് +2 എക്കണോമിക്സ് പോകുന്നത്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് നമുക്ക് ഈ മൈക്രോയിലും മാക്രോയിലും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ +1 എക്കണോമിക്സ് എങ്ങനെ പഠിച്ചോ ആ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടല്ല +2 എക്കണോമിക്സ് പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ +2 നമ്മൾ എങ്ങനെ പഠിക്കണം? ഇപ്പോൾ എക്കണോമിക്സ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആയാലും ഒരുപാട് സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ +1 പോലെ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാമെന്ന് കരുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ പഠിക്കാനോ അത്രയും മാർക്ക് സ്കോർ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ആവശ്യമായിട്ടുണ്ട്. ഓരോ സബ്ജക്ട്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, ഓരോ കോൺസെപ്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വളരെ ക്രിസ്പായിട്ടുള്ള നോട്ട്സ്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ്, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും PYQ ഡിസ്കഷൻസ്, ഇത്രയധികം ഫീച്ചേഴ്സ് അടങ്ങിയതാണ് നമ്മുടെ സൈലത്തിൻ്റെ യുവ ബാച്ച്. ഇത്രയധികം ഫീച്ചേഴ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ +2 ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മുടെ യുവ ബാച്ചിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊന്നും മിസ്സാകാതെ ആദ്യം തൊട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം. സോ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കൊമേഴ്സിൽ ഇനി നമുക്ക് ഫുൾ മാർക്കും നേടാം സൈലത്തോടൊപ്പം.